15 സെന്റ് ലാൻഡിലാണ്. ഇതിന്റെ ഗുണം, ഇതിൽ 2 റൂംസ് ഉണ്ടല്ലോ, ഒരു വലിയ റൂം, ഒരു ചെറിയ റൂമും കോമൺ ആയിട്ട് ഒരു വലിയ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതിന് പുറമെ ഈ റിസോർട്ട് വാങ്ങുന്നവർക്ക് എക്സ്ട്രാ 5 സെന്റ് സ്ഥലം, അതിൽ 20 ചന്ദന മരങ്ങളും ഫ്രീ ആയിട്ട് നമ്മൾ ഈ മാസം ഓഫറിൽ കൊടുക്കണം. അപ്പൊ ഇത് വാങ്ങുന്നവർക്കുള്ള ഗുണം, ഇത് 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 8 കോട്ടേജുകളാണ്, സ്വിമ്മിംഗ് പൂൾ കോമൺ ആണ്, 45 സാൻഡൽവുഡ് അതിന്റെ അകത്തുണ്ട്, പിന്നെ 160 സാൻഡൽവുഡ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരുമിച്ച് വാങ്ങാം, സെപ്പറേറ്റ് വാങ്ങാം. ഒരുമിച്ച് ഒറ്റയാൾക്ക് വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് 12 കോടി രൂപയുടെ 8 കോടിക്ക് ഇത് വാങ്ങാൻ പറ്റും. ഇനി ഇതെല്ലാം ഓരോന്ന് ഫ്ലാറ്റ് പോലെ വാങ്ങുകയാണെങ്കിൽ ഇതിന് റേറ്റ് വരുന്നത് 1 കോടി രൂപയാണ്. ഇത് അടുത്ത ഓപ്ഷനാണ്. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ലാൻഡ്. ഇപ്പൊ നമ്മൾ 5 സെന്റ് ലാൻഡും 20 മരങ്ങളും കൂടി വിറ്റുകൊണ്ടിരിക്കുന്നത് 25 ലക്ഷം രൂപയ്ക്കാണ്. ഇത് ഈ മാസം കൂടെ നമ്മൾ 18 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത്. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാം. പക്ഷെ ഒരുമിച്ച് പൈസ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? 15,000 രൂപ പ്രതിമാസം EMI അടച്ച് പലിശ ഇല്ലാതെയും ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം. ഇനി അടുത്ത ഓപ്ഷൻ, ഇതിന്റെ എങ്ങനെയാണ് ഇത് വാങ്ങുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് കേട്ടപ്പോൾ 3-4 ഓപ്ഷൻ കൈ കിട്ടിയിട്ടുണ്ടാവും. ഒന്ന്, ഈ റിസോർട്ടിന്റെ ഓണർ ആവാം. എത്ര കയ്യിൽ വേണം ഓണർ ആവാനായിട്ട്? എത്ര വേണം? 95 ലക്ഷം രൂപ. പാർട്ട്ണർ ആവാനോ? 1 ലക്ഷം അതിന്റെ ഗുണിതങ്ങൾ കൊടുത്ത് പാർട്ട്ണർ ആവാം. 2 ചെയ്താലും എന്ത് കിട്ടും കയ്യില്? പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടേതാക്കി മാറ്റും. ക്ലിയർ ആണ്? അപ്പൊ തന്ന പൈസ ആദ്യം എന്ത് കിട്ടി? ആധാരം കൈ കിട്ടി. പക്ക ഭൂമി കച്ചവടമാണ്, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ആധാരം നമ്മുടെ കൈ കിട്ടി. അപ്പൊ ഒന്നിലേക്ക് പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ ഓണർ ആവാം. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് ഇതിന്റെ ഈ കോട്ടേജിന്റെയും പാർട്ട്ണറായിട്ട്, ഈ വലുതിന്റെയും ഓണറായിട്ടോ പാർട്ട്ണറായിട്ടോ നിങ്ങൾക്ക് മാറാൻ പറ്റും. ഇനി മറ്റൊന്നാണ് 25 ലക്ഷം രൂപയുടെ ഈ ലാൻഡ് ഇപ്പൊ നമ്മള് 18 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നുണ്ട്. അത് EMI ആയിട്ടോ റെഡി ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ. മറ്റൊന്നാണ്, ഇതില് നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽ മേക്കറാണ്. ഇന്ന് ദുബായിൽ നിന്ന് കുറച്ചുകൂടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്നൊരു വലിയൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ദുബായിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന 3 പ്രൊഫഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, എമിറേറ്റ്സിന്റെ ക്യാബിൻ ക്രൂ, ശമ്പളം 3 ലക്ഷത്തിന് മേലെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദുബായി പോയിട്ട് എമിറേറ്റ്സിൽ ജോലിക്ക് ശ്രമിക്കാം. 2, കാർഡിയോളജി ഡോക്ടർ, ഡോക്ടർക്ക് ശമ്പളം 10 ലക്ഷത്തിന് മേലെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉണ്ടെങ്കിൽ MBBS എടുത്ത് ഒരു MBA ഒക്കെ എടുത്ത് എന്ത് ചെയ്യാം? ഒരു ഡോക്ടറായിട്ട് മാറാം. മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഇൻകം. ഏതാ ജോലി എന്നറിയാം? ദാറ്റ് ഈസ് റിയൽ എസ്റ്റേറ്റ്. ക്ലിയർ ആയോ? ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ പണം കയ്യില്ലാതെ ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽ മേക്കർ ആയിക്കൊണ്ട് ലക്ഷങ്ങളും കോടികളും മാസം ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ഏരിയയാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഡീൽ മേക്കർ. അപ്പൊ ഇന്ന് വന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓപ്ഷൻ പണം കയ്യിലുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് മിണ്ടാതിരിക്കും അല്ലെ. പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും. പണം കയ്യിലുണ്ടെങ്കിലോ? പണം കയ്യിലുള്ള ഒരുപാട് പേര് നമ്മളെ ചുറ്റിലുണ്ട്. ഇവരെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് പണം ഉണ്ടാക്കാം. അപ്പൊ ഏത് വേണം? ഇൻവെസ്റ്റർ ആവണം. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മക്കളെ പഠിപ്പിക്കണേ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം അല്ലെ, പിന്നെ പോലീസാക്കണം, അല്ലെങ്കിൽ പല തരത്തിലും മക്കളെ പറയാറുണ്ട്. പക്ഷേ ഞങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. മോനെ, നീ എന്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുണ്ട്, അവരോട് ചോദിക്കും, മോൻ നിനക്ക് എന്താവണം? ഇൻവെസ്റ്റർ. എന്താവണം? ഇൻവെസ്റ്റർ. മിണ്ടാതിരുന്ന് ഭാവി എൻഡ് വരെ എനിക്ക് ഇതേപോലെ ജീവിക്കണം. എന്തായിട്ട് മാറണം? ഇൻവെസ്റ്റർ. പക്ഷേ ഇൻവെസ്റ്ററോട് എന്ത് വേണം? പണം വേണം. അപ്പോ ധാരാളം പണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ധാരാളം പണം കിട്ടിയാൽ എന്ത് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ധാരാളം പണം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബിസിനസ് ചെയ്യണം അല്ലെ. പക്ഷേ ആ ബിസിനസ് ചിലക്ക് എന്ത് വേണം? അതിന്റെ ബേസ് 3 വർഷമെങ്കിലും നിങ്ങളൊരു എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യണം. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ആ ഡിസിപ്ലിൻ കൊണ്ട് വേണം, പങ്ക്ച്വാലിറ്റി കൊണ്ട് വേണം ബിസിനസ്സുകാരനാണ്. ക്ലിയർ? ഞാൻ അഭിമാനത്തോടെ പറയും, ഞാൻ എന്റെ ഫാദറിന്റെ റെസ്റ്റോറന്റിൽ 2.5 വർഷം വെയിറ്റർ ആയിരുന്നു.
എനിക്ക് കിട്ടിയിരുന്ന ഒരു ദിവസം 50 രൂപയായിരുന്നു 1997. അവിടെ നിന്ന് 2.5 വർഷം അത്രയും 6 മണി മുതൽ 9:30 വരെ ജോലി ചെയ്തിട്ട് അന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവിടുന്ന് പഠിച്ചു 2.5 കൊല്ലം. പിന്നെ ആദ്യത്തെ ഹോട്ടൽ തുടങ്ങുന്നു, രണ്ടാമത്തെ തുടങ്ങുന്നു, അങ്ങനെ 14 ഹോട്ടലുകൾ കേരളത്തിൽ. പിന്നെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങുന്നു, കാറ്ററിംഗ് കമ്പനി തുടങ്ങുന്നു. അങ്ങനെ പോയി ഒരു ഇ കൊമേഴ്സ് കമ്പനിയിലേക്ക് വരുന്നു. അതിനുശേഷമാണ് ഒരു കാര്യം പഠിച്ചത്. ഇവിടെ സമ്പന്നനാവണമെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ പെയ്ഡ് പ്രൊഫഷൻ ദാറ്റ് ഈസ് റിയൽ എസ്റ്റേറ്റ്. അത് മനസ്സിലാക്കാൻ 25 കൊല്ലം എടുത്തു. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം ഞങ്ങൾ 25 വർഷത്തെ അധ്വാനം, അത് അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രൊജക്റ്റ് ആക്കി പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇന്ന് വളരെ അഭിമാനത്തോട് പറയാം, ഈ വരുന്ന 2026 ജനുവരി 1 ഒരുപാട് കുടുംബത്തിലേക്ക് വെളിച്ചം വീശാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് പണം കയ്യിലുള്ളവരുണ്ട്, പണം കയ്യിൽ ഇല്ലാത്തവരുണ്ട്, അല്ലെ? ആ പണം കയ്യിൽ ഉള്ളവർക്ക് അടുത്ത മാസം മുതൽ എല്ലാ മാസവും വരുമാനം കൊടുക്കാൻ അതും ഞങ്ങൾക്ക് ദൈവം സാധിച്ചു തന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ഇതേപോലുള്ള സമാന രീതിയിൽ, അല്ലെ, പലതും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. കാരണം കേരളീയരിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിൽ പോയി വീഴുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാം, വ്യക്തമായിട്ട് പഠിക്കാം. കാരണം ടൂറിസം, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ്, അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറും ഒരേപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു പ്രൊജക്ട് ഇന്ന് കേരളത്തിലുണ്ട്. അതിന്റെ പേരാണ് ജസ്റ്റ് വെയ്റ്റ് റിയൽ എസ്റ്റേറ്റ്. ഉണ്ടോ പകരം വെച്ച്, അല്ലെ? അപ്പൊ നമുക്കിവിടെ 3 തരത്തിലുള്ള, പക്ഷെ ഇന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾ മറ്റൊന്നിനും കൂടെ അനൗൺസ് ചെയ്യാണ്. 19-ാം തീയതി വയനാട്ടിൽ തന്നെ അടുത്ത 7 ഏക്കറിൽ അവിടെ ഇന്റഗ്രേറ്റഡ് ഫാം, ദാറ്റ് മീൻസ് ഫാം ടൂറിസം ആദ്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ സാൻഡൽവുഡ് റിസർച്ച് സെന്റർ ഒരുമിച്ചിട്ടാണ്. സാൻഡൽവുഡ് റിസർച്ച് സെന്ററും ഫാം ടൂറിസവും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ, ഇത് 3 കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള അടുത്തൊരു പ്രൊജക്ട് 19 7 ഏക്കറിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബാക്കി വിശദാംശങ്ങൾ ഞങ്ങൾ അടുത്ത ദിവസം അയക്കും. അപ്പോൾ ചോദ്യം, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഒരു ഡീൽ മേക്കർ ആയിട്ട് നിൽക്കണം, അതോ ബിസിനസിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ സാലറിക്ക് 1 ലക്ഷം രൂപ സാലറിക്ക് ഞങ്ങളുടെ കൂടെ 3 കൊല്ലം ജോലി ചെയ്യാൻ തയ്യാറാണ്? അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻവെസ്റ്ററായിട്ട് നിൽക്കാൻ തയ്യാറാണ്? ഏത് ഓപ്ഷൻ വേണം? നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. കാരണം ജീവിതത്തിൽ ഓരോ വർഷം പിന്നിടുമ്പോഴും നമുക്കറിയാം 2026 വരാൻ വേണ്ടി പോവാണ്, അല്ലെ? ഈ 2026 വരാൻ പോകുമ്പോൾ ഒരുപാട് വർഷങ്ങൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ അടുത്ത 2026 എന്താ നിങ്ങളുടെ തീരുമാനം? എല്ലാ വർഷം പോലെ ഈ വർഷവും കടന്നു പോകാനാണ്. ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അൾട്ടിമേറ്റ്ലി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എല്ലാവരെയും ഏറ്റവും ചുരുങ്ങിയത് 1 കോടി വരുമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങളുടെ കൂടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന എല്ലാവർക്കും അടുത്ത ഡിസംബറിനുള്ളിൽ 1 കോടി രൂപ വരുമാനം. ഇത് ഒറ്റയ്ക്ക് സാധ്യമല്ല. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ഇന്നോവേറ്റീവ് ആയിട്ട് പ്രൊജക്ട് കയ്യിൽ വരുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നത്. ഇത് അഭിമാനത്തോടെ പറയാൻ കാരണം ഇവിടെ നേരത്തെ സംസാരിച്ച ലിൻഡു അല്ലെങ്കിൽ ജയശ്രീ, ഇവരൊക്കെ പ്രതിമാസം ഇന്ന് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനം. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഓപ്ഷൻസ്. ഒന്ന്, പണം കയ്യിലുണ്ടെങ്കിൽ ആ പണം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പണത്തെ ഭദ്രമാക്കിക്കൊണ്ട് ആധാരം കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ സ്വന്തമാക്കാം. 2, ഞങ്ങളുടെ കൂടെ ഒരു ഡീൽ മേക്കർ ആയിക്കൊണ്ട് നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ യാത്ര തുടരും. അപ്പൊ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് മുമ്പിലുണ്ട്. 1, ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്ത് കേട്ടാലും വെയിറ്റ്, പിന്നെ ആവട്ടെ, അല്ലെ? പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി പോയിട്ട് എത്ര വർഷമായി, അല്ലെ? എന്ത് കേട്ടാലും നാളെ എന്ന് പറഞ്ഞ് ലോട്ടറിക്കാരെ പോലെ പോയിട്ട് എത്ര നാളാണ്? അങ്ങനെ ജീവിതം എന്ന് പറയുന്ന ഗെയിം റിഫ്യൂസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പറ്റം ആളുകൾ. ഇതേപോലെ 2026 അങ്ങനെ പോണം. ചോദ്യം, 2026 പിന്നെ ആവട്ടെ, ഒരു തീരുമാനമെടുക്കാതെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കണം. റെഫ്യൂസ് ചെയ്തുകൊണ്ട് ജീവിക്കണം. 2, ജീവിതം എന്ന് പറയുന്നൊരു കളി അഭിനയിച്ചുകൊണ്ട് ജീവിക്കണം. കാരണം എന്താ? ഭയങ്കര മസിൽ പിടുത്തം, ഭയങ്കര, ഞാൻ കുറെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട്
ജീവിച്ച് മുന്നോട്ട് പോകണം. 2026 നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മാതാപിതാക്കള് പലതും ചോദിക്കുമ്പോ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മസിലും പിടിച്ച് ഒരു അച്ഛനായിട്ട് ഒരു അമ്മയായിട്ട് ഇനിയും അഭിനയിച്ചുകൊണ്ട് ജീവിക്കണോ? ചോദ്യം നമ്പർ 2. ചോദ്യം നമ്പർ 3, പ്ലാൻ നോട്ട് ടു ഫെയിൽ. ജീവിതം തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കണം. ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് ഭൂരിഭാഗം. ഇവര് തോൽക്കാറുമില്ല, ഇവര് ജയിക്കാറുമില്ല. അപ്പൊ ജീവിതം തോൽക്കാതിരിക്കാനായിട്ട് ജീവിച്ചു തീർക്കണം. ചോദ്യം 4, പ്ലാൻ ടു വിൻ. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ജയിക്കാനുള്ളതാണ്. ഇവിടെ ദൈവം എന്തെല്ലാം മറ്റു പലരെ കൊണ്ട് സൃഷ്ടിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്, അല്ലെ? ആ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്കും എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കണം. ഒരൊറ്റ ജീവിതം, അത് ജയിക്കാനുള്ളതാണ്. അങ്ങനെ ജീവിതം ജയിച്ച് കളിച്ച് തീർക്കാനുള്ളതാണെങ്കിൽ വെൽക്കം ടു ജസ്റ്റ് പേ റിയൽ എസ്റ്റേറ്റ്. കാരണം